നമസ്കാരം. നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറേ നാളായിട്ട് 6ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഏഴശനിയൊക്കെ കഴിഞ്ഞിട്ട് ഇഷ്ടസ്ഥാനത്ത് ശനിയൊക്കെ വന്നു, രുചകായോഗം ചെയ്ത് ചൊവ്വയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 7ാം ഭാവത്തിൽ വ്യാഴം വന്നിട്ടുണ്ട്. 5ാം ഭാവാധിപതി 7-ലാണ്. അപ്പം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ഈ മാസം നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നുണ്ട്. കർമാധിപതിയായിരിക്കുന്ന ശുക്രൻ നിവർത്തി സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടും. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. പ്രത്യേകിച്ചും ഗുരുശുക്ര യോഗം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. നല്ല ഭാര്യാഗുണം അനുഭവിക്കാനും നല്ല ദാമ്പത്യ സുഖം അനുഭവിക്കാനും ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും പഠിച്ച തൊഴിലിനനുസരിച്ചുള്ള ജോലിയിൽ അഭിവൃദ്ധി ഉയർച്ചയുണ്ടാകാൻ യോഗമുള്ളൊരു മാസമാണ്. വളരെ നല്ല സാമ്പത്തികമായ നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം ഉത്സാഹശൗര്യ ധനസാഹസം എന്ന് പറയുന്ന യോഗം ചെയ്ത് ലഗ്നാൽ 4 ചൊവ്വ നിൽക്കുന്നുണ്ട്. ലാഭാധിപതി 4ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന കാരണം ഉത്സാഹം വർദ്ധിക്കും, വളരെ ആക്റ്റീവായിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ എന്തും യുദ്ധം ചെയ്ത് നേടിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ആർക്കും വിട്ടുകൊടുക്കില്ല. എല്ലാ കാര്യങ്ങളും എന്താണോ എന്ന് മനസ്സിൽ കരുതുന്നത് അത് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്നും വിജയം നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും. ലഗ്നാധിപതി മീനൻ രാശിയിൽ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലുമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം സ്വീകരിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. 6ാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശത്രുദോഷം പോലെയുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകില്ല, രോഗാവസ്ഥ കാര്യങ്ങൾക്കൊക്കെ കുറവുണ്ടാകും എന്നൊക്കെ പറഞ്ഞെങ്കിലും നടുവേദന പോലെയുള്ള ചെറിയ രോഗത്തിന് യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട്. ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാനും സാധ്യതയുണ്ട്. 5ൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യനാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന ആ സ്വഭാവം മാറ്റിവെക്കുക. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകും, ശ്രദ്ധിക്കുക. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചില സമയത്ത് അത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ പറയാതെ ഇരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, വാഗ്ദോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ ചെറിയ ദോഷങ്ങൾ ഉണ്ടാകും. അപ്പോൾ എന്ത് കാര്യങ്ങളും നാളത്തേക്ക് മാറ്റി വയ്ക്കാതെ ഇന്ന് പറയേണ്ട കാര്യങ്ങൾ ഇന്ന് പറയുക, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്താൽ മതി. ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഭാഗ്യസ്ഥാനത്തേക്ക് ശനിയുടെ ലഗ്നാധിപതി ദൃഷ്ടി ഉണ്ടെങ്കിലും ഭാഗ്യാധിപതി ശത്രുസ്ഥാനത്താണ്. അപ്പോൾ ശത്രുക്കളിൽ നിന്ന് പോലും ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയം എന്ന് വേണമെങ്കിൽ പറയാം. മാനസിക ടെൻഷൻ കുറയ്ക്കാൻ ഇഷ്ടസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യലും ഗണപതി ഹോമം നടത്തും. സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ, നടുവേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടിയിട്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യുക. മറ്റ് ഗ്രഹങ്ങളൊക്കെ ഇഷ്ടസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. കാരണം കൊണ്ട് തന്നെ നല്ല പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങളും അഭിവൃദ്ധി ഉയർച്ചയൊക്കെ ഉണ്ടാകാനായിട്ട് ഈ മാസത്തിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.